പുണ്യദർശനം ക്ഷേത്ര വാർത്തകളിലേക്ക് സ്വാഗതം. 2023 ഡിസംബർ 20 കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു. ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവിൽ പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണെന്നാണ് വിശ്വാസം. അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടായി അവിൽ പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം. യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവിൽ കിഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലനു നൽകിയതുപോലെ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം. അവിൽ, നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക. എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി, ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, മൂപ്പെട്ട് വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമെന്നാണ് വിശ്വാസം. വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്നുവെന്ന അപൂർവതയിലുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ തിരുനട ഡിസംബർ 26 ചൊവ്വാഴ്ച രാത്രി തുറക്കും. എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ചാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുക. തുടർന്നുള്ള ഉത്സവ ദിനങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് സന്ദർശിക്കുക. ഡിസംബർ 26 മുതൽ ജനുവരി 6 വരെയാണ് നടത്തുറപ്പ് മഹോത്സവം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ റെക്കോർഡ് ഭക്തജന തിരക്ക്. 2 വർഷത്തിനിടെ 12 കോടിയിലധികം ഭക്തരാണ് വാരണാസിയിലെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. ശ്രാവണ മാസത്തിൽ മാത്രം 1.6 കോടിയിലധികം ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ഭക്തർക്ക് പുറമെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ വിസ്തൃതി 3000 ചതുരശ്ര അടിയിൽ നിന്നും 5 ലക്ഷം ചതുരശ്ര അടിയിലേക്ക് 2021 വർദ്ധിപ്പിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു. ഒരേ സമയം 75,000 പേരെ ഉൾക്കൊള്ളിക്കാനാകും. നിരവധി സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നവർക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മുഴങ്ങുക 1111 ശംഖുകൾ. ഒരേ സമയം ഇത്രയധികം ശംഖ് മുഴക്കി റെക്കോർഡ് സൃഷ്ടിക്കാനാണ് സംഘാടകരുടെ പദ്ധതി. നോർത്ത് സെൻട്രൽ സോൺ കൾച്ചറൽ സെൻറ്റർ, ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ് എന്നിവയുടെ നേതൃത്വത്തിലാകും മഹാശംഖ് ഊതൽ ചടങ്ങ് നടക്കുക. പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാമായണം, രാമചരിതമാനസ്, ഹനുമാൻ ചാലിസ എന്നിവ തുടർച്ചയായി പാരായണം ചെയ്യും. മകരസംക്രാന്തി മുതൽ രാമക്ഷേത്രം ഉദ്ഘാടനം വരെ ഭജനകളും സുന്ദരകാണ്ഡവും അഖണ്ഡ രാമായണവും തുടർച്ചയായി പാരായണം ചെയ്യും. ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് പുണ്യദർശനം മീഡിയയിൽ ക്ഷേത്രവാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി.